ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു കിടിലൻ ഐസ്ക്രീം റെസിപ്പി കാണാം. ഈ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ഒരു മെഷീൻ്റെ ആവശ്യമോ അല്ലെങ്കിൽ ബീറ്ററോ പിന്നെ ക്രീമോ വിപ്പിംഗ് ക്രീമോ ബട്ടറോ ഒന്നും തന്നെ ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള പാലും പിന്നെ മിക്സിയും മാത്രം മതി. പിന്നെ കുറച്ച് ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസും നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ബദാം ഐസ്ക്രീമാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് ബദാമിന് പകരമായിട്ട് കാഷ്യൂവോ അല്ലെങ്കിൽ ഗ്രൗണ്ട് നട്ട്സ് എന്താണെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലോട്ട്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Nubas യമ്മി റെസിപ്പീസ്. Subscribe to Nubas യമ്മി റെസിപ്പീസ് and click on the bell icon. ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് പാല്, അതായത് 250 ml, അതും അല്ലെങ്കിൽ 10 രൂപയുടെ ചെറിയ പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിന് ബേസ് ഉണ്ടാക്കാൻ ഐസ്ക്രീം ബേസിനായിട്ട് ഒരു ബൗളിൽ 1 സ്പൂൺ കോൺഫ്ലോറിലോട്ട് 3 സ്പൂൺ പാലും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചു. ഇതാണ് നമുക്ക് ഐസ്ക്രീം ബേസ്. ഇതിലോട്ട് ഒരു 3 ഡ്രോപ്പ് ബദാം എസൻസ് ചേർത്ത് കൊടുത്തു. ടയറുടെ ബദാം എസൻസ് നമുക്ക് കടകളിൽ കിട്ടുന്നതാണ്. 24 രൂപയാണ് ഈ ഒരു ബോട്ടിലിന്. അതില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഈ പാല് ചൂടാക്കാൻ വെക്കാം. ചൂടായി വരുന്ന പാലിലോട്ട് 3 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂൺ, വലിയ സ്പൂൺ 3 സ്പൂണാണ് പഞ്ചസാര ചേർക്കേണ്ടത്. ഇനി ഈ പഞ്ചസാരയും പാലും ചേർത്ത് മിക്സ് ചെയ്തതിലോട്ട് നമ്മൾ ഈ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് കുറുകി പോകാൻ ചാൻസ് ഉണ്ട്. അത് കാരണം നിങ്ങൾ ചെറിയ ഫ്ലെയിമിൽ, മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ വെച്ചതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 2 മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കാം. അപ്പോൾ ഇതേപോലെ ബബിൾസ് ഫോം ചെയ്ത് തുടങ്ങുന്നത്, ഇത് ബോയിൽ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. 2 മിനിറ്റ് നേരം കഴിഞ്ഞ് ചൂടാക്കുകയാണെങ്കിൽ അത് എന്നിട്ട് കൂടുതൽ കട്ടി പിടിച്ചിട്ട് കട്ട കുത്തിപ്പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ സമയത്ത് നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂട് കുറയാനായിട്ട് അനുവദിക്കാം അതിനെ. ഈ സമയത്ത് നമുക്കൊരു മിക്സി ജാറിലോട്ട് മുട്ടയുടെ വെള്ളം മാത്രം എടുക്കാം. നിങ്ങൾക്ക് ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ യൂസ് ചെയ്യാം. ഞാൻ ബീറ്റർ ഇല്ലാത്തവർക്കായിട്ടാണ് മിക്സി ജാർ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ മുട്ടയുടെ വെള്ള ചേർത്തിട്ട് അതിലോട്ട് ഒരു മുട്ടയുടെ വെള്ളയും പിന്നെ ഒരു 1/2 സ്പൂൺ വാനില എസൻസും ചേർത്തിട്ട് ഇതേപോലെ 1 മിനിറ്റ് നേരത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കാം, മിക്സ് ചെയ്തെടുക്കാം. അതിലോട്ട് ഞാൻ ഇനി 2 സ്പൂൺ പഞ്ചസാരയും 1 സ്പൂൺ നിറയെ മിൽക്ക് മേഡും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടൻസ്ഡ് മിൽക്കും. എന്നിട്ട് വീണ്ടും 1 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമ്മുടെ ഈ കോൺഫ്ലോർ മിക്സ് ചൂടാറിയിട്ടുണ്ട്. അതും ചേർത്തിട്ട് ഒരു 4-5 ബദാം കൂടി ചേർത്തിട്ട് വീണ്ടും അതിനെ മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഹൈ സ്പീഡിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1-1.5 മിനിറ്റ് മിക്സ് ചെയ്യാം. ബീറ്ററാണ് ഏറ്റവും ബെസ്റ്റ്, പക്ഷേ ബീറ്റർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു കണ്ടെയ്നറിൽ ഇത് ഒഴിച്ചതിന് ശേഷം ഇതേപോലെ ബദാം ഒന്ന് ക്രഷ് ചെയ്തിട്ട് നിങ്ങൾ മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ഐസ്ക്രീം ബോക്സിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് കവർ ചെയ്തിട്ട് ഫ്രീസറിൽ എടുത്ത് വെച്ചാൽ ഐസ്ക്രീം റെഡി. പക്ഷേ ഇത് കവർ ചെയ്ത് നിങ്ങൾ ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ട് ഒരു 2 hours കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് മിക്സിയിൽ ബീറ്റ് ചെയ്തിട്ട് എടുത്ത് വെക്കാം. അപ്പോൾ കുറച്ചുകൂടി സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഇതേപോലെ ഒരു പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട്, അപ്പോൾ എയർ ബബിൾസ് കയറാണ്ടിരിക്കാൻ ഇങ്ങനെ ചെയ്യുന്നത്. അതിന് മുകളിൽ വെച്ച് ലിഡ് വെച്ചിട്ട് കവർ ചെയ്യാം. എന്നിട്ട് നമുക്കിതിനെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. അപ്പോൾ ഫുള്ളും കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണ്. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നിങ്ങൾ ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ മാക്സിമം ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു 3-4 മണിക്കൂറിൽ തന്നെ കിട്ടും. ഞാൻ പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് മാക്സിമം ആക്കി വെക്കുകയാണ് ടെമ്പറേച്ചർ, അതായത് കൂൾനെസ് മാക്സിമം ആക്കി വെച്ചിരിക്കണം. അങ്ങനെ ഒരു 4 hours തന്നെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ കിടിലൻ ബദാം ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. നമുക്ക് വീട്ടിൽ ക്രീമോ അല്ലെങ്കിൽ പിന്നെ വിപ്പിംഗ് ക്രീമോ ഒന്നും തന്നെ ആവശ്യമില്ല. അങ്ങനെയൊന്നും ഇല്ലാണ്ട് വളരെ ചിലവ് 10 രൂപയുടെ പാക്കറ്റ് പാല് മാത്രം മതി. പിന്നെ 4-5 ബദാമും ഒരു വാനില എസൻസ് ഉണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. പിന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലത്തെ സിമ്പിൾ റെസിപ്പീസൊക്കെ കൂടുതലായിട്ട് ഇനി അപ്ലോഡ് ചെയ്യാം. പിന്നെ സമ്മർ സ്പെഷ്യൽ ഡ്രിങ്ക്സും പിന്നെ സമ്മർ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെല്ലാം ഇനി അടുത്ത അപ്ഡേറ്റ്സിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമുക്കിനി അടുത്ത വീഡിയോയിലോട്ട് കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബൈ.